ഇതിൽ വ്യാജ ID കാർഡ് പോലീസിൽ നിന്ന് VRS എടുത്തു പോയ വ്യക്തി വ്യാജ ID കാർഡ് ഉപയോഗിച്ചാണ് ഈ റൂം ബുക്ക് ചെയ്തെന്ന് വരുമ്പോൾ ഇയാൾ ഇത് എന്തിന് സൂക്ഷിച്ചു, എന്തിന് ഇത് ദുരുപയോഗം ചെയ്തു എന്ന വളരെ ഗുരുതരമായ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഫിലിപ്പ് തന്നെ പോലീസിനോട് സമ്മതിച്ചിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഫിലിപ്പ് മെമ്പാടിനെ ഇപ്പോഴും ന്യായീകരിച്ച് കമന്റ് ഇടുന്ന ആൾക്കാരുണ്ട്. അവർ പറയുന്നത് നമ്മൾ വളരെ മോശമായിട്ടാണ് പുള്ളിയെ കുറിച്ച് സംസാരിക്കുന്നതെന്നാണ്. ഇത്രയും വലിയ തെറ്റ് ചെയ്ത ഒരാളെ നമുക്ക് മെത്രാനെ എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതൊരിക്കലും ഇയാളുടെ ഫാമിലി ഇഷ്യൂ അല്ല, അത് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം ഇയാൾ ചെയ്ത തെറ്റ് അനുഭവിച്ചത് മറ്റൊരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഇയാൾ ചെയ്ത തെറ്റിനെ നമുക്ക് പബ്ലിക്കിലേക്ക് എത്തിക്കാം, എത്ര വേണമെങ്കിലും വിമർശിക്കാം. കാരണം അത്രയും വലിയൊരു തെറ്റാണ് ചെയ്തത്. ഫിലിപ്പ് മെമ്പാടിന്റെ ഭാര്യ ഡിവോഴ്സ് ആയിരുന്നു. കഴിഞ്ഞ ദിവസം കള്ളത്തരം പറഞ്ഞുകൊണ്ട് ഒരു ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അതായത് ഞാൻ ഡിവോഴ്സ് അല്ല, ഇപ്പോഴും ഇയാളുടെ കൂടെയാണ് ജീവിക്കുന്നതെന്നൊക്കെ. ഇയാളുടെ മകൾ ഉണ്ടായിരുന്നു കൂടെ. സത്യം പറയുവാണെങ്കിൽ അടിവാരത്ത് വേറൊരു വ്യക്തിയോടൊപ്പമാണ് ഈ ഭാര്യ ജീവിക്കുന്നത്. ഇപ്പോഴും ഫിലിപ്പിന്റെ കൂടെ ഇവർ ഒരുമിച്ച് ജീവിക്കുകയാണെങ്കിൽ അടിവാരത്തുള്ള ആരാണ്? അമ്മാവനോ? ഈ അറസ്റ്റ് ഒക്കെ വന്നപ്പോൾ തന്നെ പല വിധത്തിൽ ആളുകൾ അതിൽ അഭിപ്രായം പറയുന്നതൊക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. ഇതിൽ വ്യാജ ID കാർഡ് പോലീസിൽ നിന്ന് VRS എടുത്തു പോയ വ്യക്തി വ്യാജ ID കാർഡ് ഉപയോഗിച്ചാണ് ഈ റൂം ബുക്ക് ചെയ്തെന്ന് വരുമ്പോൾ ഇയാൾ ഇത് എന്തിന് സൂക്ഷിച്ചു, എന്തിന് ഇത് ദുരുപയോഗം ചെയ്തു എന്ന വളരെ ഗുരുതരമായ മറ്റു ചില ചോദ്യങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയരുകയാണ്. ഫിലിപ്പിന്റെ ഡിവോഴ്സ് ആയ ഭാര്യയുടെ അടിവാരത്തുള്ള ഹസ്ബൻഡിന്റെ വോയിസ് വന്നിട്ടുണ്ട്, നമുക്കത് നോക്കാം. ഡിവോഴ്സ് ആണ് അവരുടെ ഫാമിലി പ്രോബ്ലം തന്നെയാണ്. ഫിലിപ്പ് കുടുംബം നോക്കുന്നില്ല, പിള്ളേരെ നോക്കുന്നില്ല. അങ്ങനെ നമ്മുടെ കമന്റ് ബോക്സിലൊക്കെ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ കണ്ടല്ലോ, പുള്ളിക്കാരൻ കുടുംബം നോക്കത്തില്ല, അതുകൊണ്ടാണ് ഡിവോഴ്സ് ആയത്. മാത്രമല്ല മോട്ടിവേഷൻ സ്പീച്ചിൽ ഇയാൾ കുടുംബത്തെ കുറിച്ചൊക്കെ എന്തൊക്കെയാണ് പറയുന്നത്. കുടുംബം അങ്ങനെയാണ്, ഇങ്ങനെയാണ്, കുടുംബത്തെ ഒരിക്കലും സങ്കടപ്പെടുത്തരുത്, എന്നിട്ടാണ് ഇങ്ങനത്തെ പരിപാടി കാണിക്കുന്നത്. സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ കാണണം. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലിപ്പ് വെച്ചേ. ഇവരുടെ ഫാമിലിയെ കുറിച്ച് ഞാൻ അറിഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിപ്പിന്റെ മോളൊന്നും അയാളോട് മിണ്ടത്തില്ല. എന്നിട്ടാണ് ഒരു ഇന്റർവ്യൂ വന്നിട്ട് അയാളെ വന്ന് പോയിട്ടുന്നത്. അതായത് സ്വത്തെല്ലാം കൈവിട്ടു പോകുന്ന ഓർത്തിട്ടായിരിക്കും. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിൽ അയാൾ ഇറങ്ങി വരുമ്പോഴത്തേനും ഇവരെ സ്നേഹിച്ചിട്ട് ഇവർക്ക് സ്വത്തെല്ലാം കൊടുക്കുമെന്ന് ഓർത്തിട്ടായിരിക്കും വന്നേക്കുന്നേ. സ്വത്തെല്ലാം മകൾക്കും കൂടെ അവകാശപ്പെട്ടതാണ്. പക്ഷെ അയാൾക്കൊരു മകനുണ്ട്, ആ മകൻ അയാളുടെ കൂടെയാണ്. അപ്പോൾ അവനെല്ലാം എഴുതി വെക്കുമെന്ന് ഓർത്തിട്ടായിരിക്കും ഇവർ ഈ സിറ്റുവേഷനിൽ വന്നിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നേ. പിള്ളേരുടെ അപ്പനാണല്ലോ, പിള്ളേരുടെ അപ്പനായതുകൊണ്ട് അവർക്ക് ഒരു കമ്മിറ്റ്മെന്റ് പിള്ളേരുടെ അപ്പൻ എന്ന നിലയ്ക്ക്. പക്ഷെ ഒരു വീഡിയോയിലൊക്കെ പറയുന്നത് അവര് ഒരുമിച്ച് പുള്ളിയുടെ കൂടെ തന്നെയാണ് താമസം വർഷങ്ങളായിട്ടെന്ന് പറയുന്നുണ്ടല്ലോ. പക്ഷേ അത് അവരെ കൊണ്ട് അവരെ പറയിപ്പിക്കുന്നതാണ്. വീഡിയോ കേൾക്കുമ്പോൾ കാണുമ്പോൾ നമുക്കറിയാം അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിച്ച് നോക്കാന്നുള്ള വ്യക്തമായിട്ട് എനിക്ക് മനസ്സിലായി. ഞാൻ കണ്ടിട്ട് എനിക്ക് മനസ്സിലായതാണ്. ഫിലിപ്പിന്റെ ഭാര്യയുടെ രണ്ടാമത്തെ ഭർത്താവ് പറയുന്നത് കേട്ടില്ലേ, പച്ചക്കള്ളമാണ് പറയുന്നത്. ചിലപ്പോൾ അവരെ ഭീഷണിപ്പെടുത്തി പറയിപ്പിക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫർ ചെയ്ത് കാണും. കാരണം ബെനിഫിറ്റ് കിട്ടാതെ അവരെ അങ്ങനെ പറയില്ല. കാരണം ഇത്രയും നാൾ പിണങ്ങി ഇരുന്നിട്ട് പുള്ളിക്ക് അനുകൂലമായിട്ട് നിൽക്കണമെങ്കിൽ അവരെന്തെങ്കിലും ഓഫർ ചെയ്യണം. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. ഈ ചേച്ചിക്ക് എന്താ ബിസിനസ് ആണെന്ന് പറയുന്നുണ്ടല്ലോ ചേട്ടാ? ബിസിനസ് എന്ന് പറയുന്നുണ്ട്. എന്ത് ബിസിനസ് ആണ് നിങ്ങളുടെ അവിടെ വന്ന് ചെയ്യുന്നത്, താമസിക്കുന്ന സ്ഥലത്ത്? ബിസിനസ് ഒന്നുമല്ല, ഞങ്ങളിവിടെ പശു വളർത്തുന്നുണ്ട്. ഞങ്ങൾ 3-4 പശുവിനൊക്കെ വളർത്തി ഞങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പുള്ളിക്കാരുടെ ബിസിനസ് എന്ന് പറയുവാണെങ്കിൽ പശുവിനെ മേയ്ക്കുക, കാടി കൊടുക്കുക, പുല്ലെത്തുക. അടിവാരമാണ് പുള്ളിക്കാരുടെ യുണൈറ്റഡ് കിങ്ഡം. പുള്ളിക്കാരി പുറത്താണെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ യുണൈറ്റഡ് അടിവാരമായിരിക്കും. ഇതാണ് ചേച്ചിയുടെ ബിസിനസ് സ്പോട്ട്. ചേച്ചിയുടെ ഫോറിൻ ക്യാറ്റ് ആണ് അവിടെ നിൽക്കുന്നത്. ചിലപ്പോൾ പശുവായിട്ട് ബന്ധപ്പെട്ട പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ടാക്കിയിട്ട് വിദേശത്തേക്ക് കയറ്റുമതി ചെയ്യുന്നുണ്ടായിരിക്കും. അതുകൊണ്ടായിരിക്കും ബിസിനസ് എന്ന് പറഞ്ഞേ. ഇനിയിപ്പോ പുള്ളിയുടെ റിമാൻഡ് കഴിഞ്ഞൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ചേട്ടൻ പശു തൊഴുത്തിലോട്ട് കിടപ്പാറ്റേണ്ടി വരും. അയ്യോ, അങ്ങനെയാണോ? അങ്ങനെയൊന്നും വിചാരിക്കില്ല. നമ്മൾ വേറെ തന്നെ ഒരു 10-16 വയസ്സുള്ള ഒരു കൊച്ചിന്റെ ഒരു ഇൻസിഡന്റ് ആകുമ്പോൾ ഇവരിങ്ങനെ കള്ളം പറയുമ്പോൾ ആ കൊച്ചിന് വേണ്ടിയിട്ടെങ്കിലും നമ്മൾ ചെയ്യണ്ടേ? ഒന്നില്ലെങ്കിലും എന്റെ മകളാകാൻ പ്രായമുള്ള ഒരു കൊച്ചാണ്. സത്യം പറയുവാണെങ്കിൽ ഇവർ ഓൾറെഡി ഡിവോഴ്സ് ആയതാണ്. പിന്നെ എന്തിനാണ് ഫിലിപ്പിനെ പേടിക്കുന്നത്? ഇവർ ആരോട് ജീവിച്ചാൽ ഫിലിപ്പിന് എന്താണ്? ഇയാൾക്ക് ഇപ്പോഴും പേടിയുണ്ട് ഫിലിപ്പ് വന്ന് വല്ലതും ചെയ്യുമോന്ന്. കാരണം ഫിലിപ്പ് ഇതുവരെ അറിഞ്ഞു കാണുകയല്ല ഇയാളുടെ കൂടെയാണ് ജീവിക്കുന്നതെന്ന്. ചിലപ്പോൾ ഫിലിപ്പിന് അറിയുന്ന ആള് തന്നെ ആയിരിക്കും ഇയാൾ ഈ കാര്യം ഒളിച്ചു വെച്ച് കാണും. ഇതിനിടയ്ക്ക് ഇവർ നല്ലൊരു ഉടായ്പ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവർക്കൊരു ഫേസ്ബുക്ക് ഉണ്ടായിരുന്നു. ആ ഫേസ്ബുക്കിൽ ഇയാളുടെ പേരുമായിട്ട് ചേർത്തിട്ടാണ് പേര് കൊടുത്തിരുന്നത്. അതായത് രണ്ടാമത്തെ ഭർത്താവിന്റെ. ഇവർ ഈ പ്രശ്നം കഴിഞ്ഞപ്പോഴത്തേനും ആ ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. ഏറ്റവും വലിയ രസം എന്ന് പറയുകയാണെങ്കിൽ ഫിലിപ്പ് അറസ്റ്റിലായപ്പോഴത്തേനും ചിരിച്ചോണ്ടൊരു ഫോട്ടോ ഇട്ടു സന്തോഷത്തില്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ അക്കൗണ്ട് തന്നെ ഡിലീറ്റ് ആക്കിയിട്ട് ഫിലിപ്പിന് വേണ്ടി ഇന്റർവ്യൂ കൊടുത്തു. അതെന്തിനാണ് അങ്ങനെ ചെയ്തത്? ഇതൊക്കെ അറിഞ്ഞിട്ടും ഇയാളെ വന്ന് ന്യായീകരിക്കുന്ന ആൾക്കാർ ഇയാളെ പോലെ തന്നെ ആയിരിക്കും. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഒന്നാ സ്ത്രീ എന്റെ കൂടെ നിൽക്കുന്നതാണ് ഞങ്ങളിവിടെ വളരെ സന്തോഷമായിട്ട് ഇവിടെ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. എന്ന രീതിയിലാണ് ഇവിടെ ജീവിക്കുന്നത്. അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം കഴിഞ്ഞാൽ ഫ്രീ ആയി കഴിഞ്ഞാൽ വണ്ടി എടുത്ത് നല്ല റെസ്റ്റോറന്റുകളിൽ പോയി ഭക്ഷണം കഴിക്കും. റിലാക്സ് ആയിട്ട് ഇങ്ങനെ പോകുന്നു. അപ്പൊ ഞങ്ങൾ ഈ നാട്ടിലുള്ള ഏകദേശം വയനാട്, കോഴിക്കോട് ജില്ലയുള്ള എല്ലാവരും ഞങ്ങൾക്ക് അറിയാം, ഞങ്ങളെ അറിയാം. ഒരു നല്ല റെസ്റ്റോറന്റിലുള്ള ഞങ്ങൾ നല്ലോണം ഫുഡ് കഴിക്കുക. കുഴപ്പമില്ല, ചേച്ചി തിരിച്ചു വരും. വിളിപ്പുതാറ് ഇറങ്ങി കഴിയുമ്പോൾ ഇറങ്ങിയാലല്ലേ ചേച്ചി കുഴപ്പം. കുറച്ചു സമയം തിരിച്ചു പോകുന്നുള്ളൂ. കാര്യമൊക്കെ ചേച്ചിക്ക് മനസ്സിലായിക്കോളും. വരുമോ ഇല്ലെന്ന് എനിക്ക് അറിയത്തില്ല. കാരണം പിള്ളേർക്ക് വേണ്ടിയിട്ടുള്ള രീതിയിൽ പോയതാണ്. അയാൾ പറയുന്നത് കേട്ടില്ലേ, ഇത്രയും നാളും ഇവർക്ക് അഭയം കൊടുത്തൊരു മനുഷ്യനാണ്. ഈ മനുഷ്യനെ ഇട്ടിട്ടാണ് അവർ പോയത്. ഈ മനുഷ്യൻ അവരെ എന്നിട്ടും കുറ്റപ്പെടുത്തുന്നില്ല. അവരെ ഇയാൾക്ക് പറ്റുന്ന പോലെ നല്ലപോലെ നോക്കിയിട്ടുണ്ട്. എന്നിട്ട് പോലും ഈ ഫിലിപ്പിന് വേണ്ടി ന്യായീകരിക്കാൻ പോകുന്ന കാര്യം പോലും
ഇയാളോട് പറഞ്ഞിട്ടില്ല. ഇയാളുടെ സംസാരത്തിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. സത്യം പറയുവാണെങ്കിൽ ഫിലിപ്പിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ഉണ്ടാക്കിയത് ഇവരുടെ ഇന്റർവ്യൂ ആണ്. ആദ്യമൊക്കെ ഫിലിപ്പിന് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ഇവരുടെ ഇന്റർവ്യൂ വന്നപ്പോഴത്തേനും എല്ലാവർക്കും മനസ്സിലായി ഫിലിപ്പ് ഉടായിപ്പാണെന്ന്. ഇപ്പൊ ഫിലിപ്പിനെ ബുദ്ധിയും വിവരമുള്ള ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഗൈസ്, അങ്ങനെ ഡിവോഴ്സ് ആയ ഫിലിപ്പിന്റെ ഭാര്യ വീണ്ടും ഫിലിപ്പിന്റെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. ചേട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും ഫിലിപ്പ് പുറത്തിറങ്ങും. അപ്പോഴത്തേനും തിരിച്ചുകൊണ്ട് വിട്ടോളും. ഗൈസ്, എന്തൊക്കെയായാലും എനിക്ക് ഇതിനെക്കുറിച്ച് ഇത്രയൊക്കെ പറയാൻ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.